ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് പഞ്ചാബി ചോല ഉണ്ടാക്കാം. വെള്ളക്കടല നമ്മൾ രാത്രി മുഴുവൻ കുതിർത്തതിന് ശേഷം രാവിലെ കുക്കറിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ കടല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. കടായിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഹോൾ മസാല ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗ്രാമ്പൂ മാത്രം ഇട്ടുള്ളൂ, കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, വേണമെന്നില്ല എന്നാലും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒരു സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമ്മളെ എരിവിനാവശ്യമായ പച്ചമുളകും ഇഞ്ചി ജൂലിയൻസ് ആക്കിയതും പിന്നെ വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അതിൽ മുന്നേ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചോല മസാല കൂടി ഇടണം, അത് പിന്നീട് ചേർക്കാം. ഇതിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 മുറി തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായി മൂടി വെച്ചിട്ട് സോഫ്റ്റ് ആവട്ടെ. ഇപ്പോൾ തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോല മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, വെള്ളക്കടല. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടായി ചെറുതായിരുന്നു, അതുകൊണ്ട് ഈ ഒരു കടായി ചെറുതായത് കാരണം കടല വേവിച്ച കുക്കറിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കടലയൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം, കാരണം കറിക്ക് ഉപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി തേയില വെള്ളം തിളപ്പിക്കുകയാണ്, ചായപ്പത്തി. അപ്പോൾ ചായപ്പൊടി നമ്മൾ കിഴികെട്ടിയിട്ട് കടല വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിങ്ങനെയാണ് ഇട്ടുന്നത്. അപ്പോൾ തേയില വെള്ളം നമുക്ക് നല്ല കടുപ്പത്തിൽ കാച്ചിയതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കടല ഇനിയൊന്ന് കൊഴുത്ത് വരട്ടെ. കുറച്ച് കടല ഒന്ന് മാഷ് ചെയ്ത് വെക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അടുക്കളയിൽ രാവിലെ ഒരു പ്രാവ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചോല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ കുറേ മല്ലിയിലയും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ചോല റെഡി ആയിട്ടുണ്ട്. ഇനി ഭട്ടൂര ഉണ്ടാക്കാം. ഭട്ടൂര ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കേട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിനുക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് മൂടി വെക്കാം. ഒരു 10-20 ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ നന്നായി പൊങ്ങി വരും. അപ്പോൾ ഇപ്പോൾ സമയമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനത് കാരണം 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ആട്ട കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ സമയമില്ല, അതിലാകെ തിരക്കൂട്ടുന്നതുകൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നന്നായി പൊങ്ങി വരും. ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് പൊടി കൂട്ടി നന്നായി ഒന്ന് പരത്തിയിട്ടു. അപ്പോൾ ഇതിൽ തൈര് പഞ്ചസാരയെല്ലാം ചേർക്കുന്നത് മൈദ കുറച്ച് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. റബ്ബർ പോലെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയാക്കൽ. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഓക്കെ, കുറച്ച് വലുപ്പത്തിൽ, നമ്മൾ പൂരിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാവുക. ഇതിവിടെ ചീനച്ചട്ടി ചെറുതായത് കാരണം ഇത്രയാക്കിയിട്ടുള്ളൂ. വലിയൊരു ചപ്പാത്തിയുടെ സൈസിലാണ് ഉണ്ടാവുക ശരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് നന്നായി മുറിച്ചെടുക്കാൻ 2 പുറവും. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല മുറിഞ്ഞ് വരും കേട്ടോ. റബ്ബർ പോലെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോലയുടെ കൂടെ സെർവ് ചെയ്യാം. കുറച്ച് പച്ച ഉള്ളിയും ഒക്കെ മുറിച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി നോക്കാം.